ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈജ സ്വരൂപ്. ഞാനിന്ന് എത്തിയിരിക്കുന്നത് ഒരു പുതിയ പുഡിംഗ് ആയിട്ടാണ്. കോഫി പുഡിംഗ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതൊരു എഗ്ലെസ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് 1/2 ലിറ്റർ പാല്, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കോൺഫ്ലവർ, ഇത് കോഫി പൗഡർ, അതായത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ പഞ്ചസാര, ഇത് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മധുരത്തിനനുസരിച്ച് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ബട്ടർ, ഇതാണ് നമുക്ക് വേണ്ടിയത്. ആദ്യം നമ്മൾ ഈ 1/2 ലിറ്റർ പാലിന് കുറച്ച് പാലെടുത്തിട്ട് നമുക്ക് കോൺഫ്ലവർ ഒന്ന് കലക്കി വെക്കണം. നമ്മൾ 3 സ്പൂണോളം കോൺഫ്ലവർ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ കുറച്ച് പാലെടുത്തിട്ട് അതൊന്ന് കലക്കാം. നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് ഒരു 2 സ്പൂണോളം പാലെടുത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് നമ്മൾ കലക്കി വെക്കണം. നന്നായി കലക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് പാൻ ചൂടാക്കാം. പാൻ ചൂടാക്കിയിട്ട് നമ്മുടെ ഈ പാല് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു പുഡിംഗ് തന്നെയാണ് കേട്ടോ. സാധാരണ കോഫി പൗഡർ ഉപയോഗിച്ചാൽ അത്ര ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉപയോഗിച്ചപ്പോഴാണ് അത് കുറച്ചും കൂടെ ഒരു ടേസ്റ്റിൽ എനിക്ക് കിട്ടിയത്. അപ്പോൾ പാൽ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ കോഫി പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. സിമ്മിലാക്കണം. ഇവിടെ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇതിലേക്ക് ഒന്ന് ഇളക്കി ഒഴിച്ചു കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ഇത് കട്ട പിടിച്ച് കിടക്കുന്നുണ്ടാവും. കുറച്ച് നേരത്തെ കലക്കി വെച്ചതായതുകൊണ്ട് നന്നായി ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇതൊന്ന് കട്ടിയായി വരും. കൈ വെക്കാണ്ട് നന്നായി ഇളക്കുക. ഇത് ഏകദേശം ഇതിങ്ങനെ കുറുകി വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. നന്നായി ഒന്ന് കുറുകി വരണം. എന്നാലേ നമ്മൾ സെറ്റ് ചെയ്താൽ ഇങ്ങോട്ടേക്ക് കിട്ടുള്ളൂ. കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കൈ വെക്കാണ്ട് തന്നെ ഇളക്കണം. കോൺഫ്ലവർ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം, മറ്റത് കട്ട പിടിച്ചു പോവും. നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റായി വരുന്നതേ ഉള്ളൂ. അത് വേണമെങ്കിൽ നമുക്കൊന്നത് ടേസ്റ്റ് നോക്കിയിട്ട് മധുരം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്, കൂട്ടുന്നതും കുറയ്ക്കുന്നതൊക്കെ. നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരിവാകുമ്പോഴാണ് ഇതിൻ്റെ പുഡിങ് റെഡിയായതെന്ന് മനസ്സിലാവുന്നത്. നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്യാം. നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു പാത്രം ഒന്ന് റെഡിയാക്കാം. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ നമുക്ക് വെണ്ണ തടവി കൊടുക്കണം. അതിനു വേണ്ടി ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് ഈ പുഡിംഗ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ഗീസ് ചെയ്തെടുക്കുക. നന്നായി എല്ലാ ഭാഗത്തും ഒന്ന് ഗീസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ പെട്ടെന്ന് തന്നെ അതൊന്ന് വിട്ട് കിട്ടും. ഇത് നമുക്ക് ഒരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കണം. അതെല്ലാം പെട്ടെന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഫ്രീസറിൽ ഒരു 1/2 മണിക്കൂർ വെച്ചിട്ട് എടുത്ത് കഴിക്കാവുന്നതാണ്. ചൂട് തണഞ്ഞതിന് ശേഷം വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ. നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പുഡിങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്കതൊന്ന് ഉപയോഗിക്കാം. 2 മണിക്കൂറിന് ശേഷം നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്കൊന്ന് ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ പുഡിങ് ഇവിടെ കറക്റ്റായിട്ടുണ്ട്. കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഈ കോഫി പുഡിംഗ് എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം. ഇനി അടുത്തൊരു വിഭവമായി ഞാൻ ഇനിയും വരും. ബൈ.